അപ്പൊ എന്നാലും ഷാനവാസിന്റെ ആദ്യത്തെ സിനിമ എന്നാലും പൂജയൊക്കെ എന്തായാലും നടന്നിട്ടുണ്ട്. ആള് തന്നെ ഇൻസ്റ്റാ പേജിലൂടെ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാലും ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതെന്നാലും അതിലേക്ക് വരുന്നതിന് മുന്നേ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കുട്ടനായിരുന്നു ഇതുപോലെ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നൊരു വളരെയധികം ഒരു സിനിമ ആഗ്രഹമായിട്ട് വന്ന ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഓൾറെഡി മണിക്കുട്ടൻ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വർഷങ്ങളായിട്ട് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് കൂടുതൽ സാധ്യതകൾക്ക് വേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും അത്തരത്തിൽ കപ്പടിച്ച് ഒരാൾ തന്നെയായിരുന്നു മണിക്കുട്ടൻ. പക്ഷേ മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തന്നെ ലാലേട്ടൻ നായകനായ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തിന് എന്തായാലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അതിനൊക്കെ ശേഷം നോക്കുകയാണെങ്കിൽ ഷാനവാസാണ് ഇത്രയധികം ഒരു സിനിമ ആഗ്രഹവുമായിട്ട് വന്നൊരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന് തന്നെ വേണമെങ്കിൽ പറയാല്ലേ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ സിനിമാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആൾ ഇത്തരത്തിലൊരു ഫീൽഡിലൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോ കാര്യങ്ങളൊന്നും ആവുന്നില്ല. അതായത് ഒരു കുറച്ചൊരു ആഗ്രഹം ഉണ്ടാവുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഷാനവാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് സീരിയൽ രംഗത്ത് അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ്. എന്നാലും അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ആദ്യത്തെ സിനിമ എന്തായാലും ഓണായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ സംവിധായകനാണെങ്കിലും കുറച്ച് അസിസ്റ്റന്റ് ആയിട്ടും മറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എന്തായാലും മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെയാണെന്നാണ് എന്തായാലും എനിക്ക് എന്തായാലും മനസ്സിലായത്. അപ്പൊ എന്തായാലും ഇതൊരു നല്ല രീതിയിലൊരു ഹിറ്റ് അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഷാനവാസിന്റെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചു കയറ്റം നമുക്ക് കാണാവുന്നതാണ്. അതായത് ഷാനവാസ് നമുക്കറിയില്ല, അതായത് നല്ലൊരു ഹൈറ്റും നല്ലൊരു ബോഡിയും നല്ലൊരു ആ ഒരു ലുക്കും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടൊരു ഫിലിം ഫീൽഡിലേക്ക് ഒത്തൊരു ആൾ തന്നെയാണ് ഷാനവാസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആളുടെ ആ ഒരു വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ആളെ ഈ സീരിയലിലും മറ്റുമൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ഡൊമിനേറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ വരുന്ന സമയം, അതായത് സിനിമ ആ ഫീൽഡിലേക്ക് വരുന്ന സമയം ആളെ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കഥാപാത്രങ്ങളെ അദ്ദേഹം എത്തരത്തിൽ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ മൊത്തത്തിൽ അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് എത്തരത്തിലൊക്കെ ആയിരിക്കും നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ സീരിയൽ രംഗത്ത് വർക്ക് ചെയ്ത ഒരു സിനിമ ഫീൽഡിലേക്ക് വരുന്ന സമയം ഒരു സീരിയലിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഡയലോഗ് ഡെലിവറീസും കാര്യങ്ങളും എല്ലാം ചില ആർട്ടിസ്റ്റുകൾ കാണാറുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊന്നും ഷാനവാസിന്റെ സൈഡിൽ നിന്ന് വരാതിരിക്കട്ടെ. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഉയരങ്ങൾ എന്നാലും ഷാനവാസിന് എന്തായാലും കീഴടക്കാൻ സാധിക്കട്ടെ.